ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 3യും കാര്യങ്ങളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്, കാണിക്കാനല്ല, കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. പക്ഷേ ഞാനൊരു ഷോർട്ട് വീഡിയോയും കാര്യങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ അറിയില്ല. കാണാത്തവർ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. ആ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ട്രയൽ ചേംബർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രയൽ ചേംബറിൽ നമ്മൾ 3 ദിവസം എടുത്തിട്ട് നമ്മൾ മെയ്സ് അങ്ങനെ കണ്ടുപിടിച്ചേക്കാണ്. ഓക്കെ, നമ്മൾ 3 ദിവസം എടുത്തിട്ട് മെയ്സ് എടുത്തേക്കാണ്. എന്താ കാലാവസ്ഥ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ബേസ് ഒന്നും അങ്ങനെ റെഡി ആക്കിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ റെഡി ആക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ട്രയൽ ചേംബർ കണ്ടുപിടിച്ചെന്ന് മെലോ പറഞ്ഞത്. അയ്യോ ബേസ് ട്രയൽ ചേംബർ കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൻ്റെ ഇപ്പോൾ പോയി നോക്കി. അങ്ങനെ നമുക്ക് മെയ്സും കയറിൽ കിട്ടി. കണ്ട മെയ്സ് സീനാണ്. പിന്നെ മെയ്സ് മാത്രമല്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ഷാൻ നെതറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നെതറിലോട്ട് പോയാണ്ട് ഞങ്ങൾ മെയ്സ് കളക്ട് ചെയ്യുമ്പോൾ ഷാൻ നെതറിലോട്ട് പോയിട്ട് കുറേ നെതറൈറ്റ് ആർമർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയ്സ് എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അവിടുന്ന് കിട്ടിയതാണ് ഈ ഡ്രസ്സിൻ്റെ ഡിസൈൻ കൊടുക്കുന്ന പരിപാടിയില്ലേ, അത് തന്നെ. അയ്യോ സാധനം മാറിപ്പോയി. ഡ്രസ്സിൻ്റെ ഡിസൈൻ കൊടുക്കുന്ന ആ ഒരിത് നമുക്ക് നെതർ പോയപ്പോൾ തന്നെ. ഇവിടെ എൻ്റെ ഹെൽമെറ്റ്, ഈ ഹെൽമെറ്റ് നമ്മൾ കൊടുത്തില്ല. എന്താണ് ഹെൽമെറ്റ് കൊടുക്കാൻ പറ്റിയില്ലടാ. അപ്പോൾ നമുക്ക് ഈ നെതർ പോയി സാധനങ്ങളൊക്കെ സെറ്റാക്കി തന്ന അവൻ്റെ ഒരു നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഷെൻറ്റോനെ ഏതല്ലേ ലുക്ക് സീന് തന്നെ. നമ്മുടെ മെയ്സും കൂടി അങ്ങ് കൈ പിടിക്കുമ്പോൾ വേറെ ലെവലല്ലേ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം മെയ്സ് കണ്ടുപിടിക്കാൻ പോയി. അത് 3 ദിവസത്തിൽ കിട്ടണ്ടേ, സാധനം കിട്ടണ്ടേ. നമ്മളിത് ഓരോരോ ട്രയൽ വിളിക്കുകയും ചെയ്യും. അവന്മാരാണ് ഈ ഒടുക്കത്തെ പവർഫുൾ. അത് ട്രയൽ കുറേ ചെയ്ത് അവസാനം കിട്ടിയതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോണത്. ഇവിടെ ഷാന് കുറച്ച് പരിപാടി ഉണ്ട്. അവനൊരു വലിയ വീറ്റ് ഫാം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഓക്കെ, ഇവിടെ ആയിട്ടാണ് അവൻ്റെ വീറ്റ് ഫാമായിട്ട് വരുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, വീറ്റ് ഫാം. അയ്യോ ചെറിയ ലാഗ് ഉണ്ടല്ലോ. കുട്ടിൻ്റെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാവും അങ്ങനെ എന്തോ. ചേടാ ഇതെന്താടാ ഇങ്ങനെ? അയ്യോ എന്താ ലാഗ്. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് വീറ്റ് ഫാം. ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതിലെവിടെ പനി? ഇത് നേരെ പോയി അത് ബാക്കിലോട്ട് പോയി നോക്കാം. ശേറ്റ പൊന്നളിയ വേണ്ട. വലിയ വീറ്റ് ഫാം ഉണ്ടാക്കുന്നത് കുറച്ച് സീനാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇരുന്ന് കാണിച്ചു കൊടുക്കാം. ഡേ സോ ഇതാണ്ട് വീറ്റ് ഫാം. ഇവൻ്റെ അല്ല, നമ്മുടെ എല്ലാവരും. ഇവനാണ് ഈ വീറ്റ് ഫാം ഉണ്ടാക്കുന്നത്. അതിലെ വലിയ വീറ്റ് ഫാമും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കട്ടെ. ഇപ്പോൾ ഞാൻ മാത്രമല്ല നെതറൈറ്റ് ആയിട്ടുള്ളത്. ഇത് ഇവനും കാര്യങ്ങളും നെതറൈറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. സോ റെൻഡർ കൂട്ടിയിടാത്തതാണ് സംഭവം. നല്ല ലാഗടിയും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ലാഗ് പറയുമ്പോൾ കുറേ ദൂരത്തോട്ട് പോകുമ്പോഴുള്ള ലാഗും പിന്നെ അങ്ങനെ കുറച്ച് ആനിമേഷൻസൊക്കെ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും. എൻ്റെ മോനെ ഈ നെതർന്ന് കണ്ടുപിടിക്കാൻ പറ്റിയപ്പോൾ. സോ ഇവിടുത്തെ പണിയൊന്നും റെഡി ആക്കിയിട്ടില്ല, കണ്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീറ്റ് ഫാം റെഡിയാക്കണം. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. വേറൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും കാണിച്ചു തരാം. കണ്ട ആളിയാ ചത്ത് ഇല്ല. കണ്ടില്ലേ, ഇത് നമ്മുടെ ഒരു മോബ് ഫാം. നമുക്ക് എന്താ വെച്ചാൽ മെയ്സ് ഒക്കെ മാക്സ് ആക്കണമെങ്കിൽ EXP വേണ്ടി വരും. നമുക്ക് EXPക്ക് വേണ്ടിയും പിന്നെ
പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസിനും കുറച്ച് കണ്ട് കാണിച്ചു തരാം. പടിയൊന്നും എടുത്തിട്ടില്ല, അതുവരെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കയ്യിൽ കുറച്ച് കോപ്പറും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കോപ്പർ 2 ഒരെണ്ണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് 4 കോപ്പർ അല്ലല്ലേ, സോറി ഗൈസ്, കോപ്പർ, ഇതിൻ്റെ പേര് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര ആണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ആയത് എന്താ വെച്ചാൽ നമ്മുടെ ബേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കണം. സോ നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതാണ് പ്രശ്നം. ഇങ്ങനത്തെ കുറച്ച് കാട്ടവരാതികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ബേസ് പണിയാൻ നടക്കൂല. കാട്ടിയ പണി ഉണ്ടില്ലേ നിങ്ങള്? എന്ത് നല്ല തലേനും. എൻ്റെ HP നോക്കി. എൻ്റെ ഹാർബർ എന്തായി? വെയിറ്റ് ആക്ക്. എൻ്റെ ഹാർബറിന് എന്താ പറ്റി? എപ്പോഴാണ് എൻ്റെ കളിയാ HP പോയല്ല ഹാർബറിൻ്റെ. ഇപ്പം ഹാർബറൊക്കെ അവിടെ എടുത്ത് വെക്കാം. ഏതായാലും മെയ്സ് ഹാർബറൊക്കെ അപ്ഗ്രേഡ് ആക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. പിന്നെ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചെടുത്തത്. അപ്പം തന്നെ ഈ കള്ളക്കാവർക്കെൻ്റെ ചെറിയ പീസിലോട്ട് കയറി എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്കിപ്പോൾ കുറച്ച് പണിക്കാരെല്ലാം ചെയ്യാണ്ട് നമ്മുടെ ഒരു മിനിറ്റ് സ്ലാബും കാര്യം ഉണ്ടാക്കണം. സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പം നമുക്ക് സ്ലാബ് ഉണ്ടാക്കണം. ഓക്കെ, കയ്യിൽ സ്ലാബും കാര്യങ്ങളുണ്ട്. ഓക്കെ, 6 സ്ലാബ്, 6 4 മതി. പക്ഷെ നമുക്ക് 6 സ്ലാബ് വേണം. നമുക്ക് ഇതിൽ ഏതായാലും. പിന്നെ ഒരു മിനിറ്റ്, നമ്മുടെ കയ്യിൽ വുഡും കാര്യങ്ങളും. വുഡ് എടുത്തതിന് ശേഷം നമുക്ക് 2 ചെസ്റ്റ് ഉണ്ടാകാം. 4 ചെസ്റ്റ്. ഓക്കെ 4 ചെസ്റ്റ് കല്ല് ഉണ്ടാകണം. ഈ 2 മതിയാ, 4 വെച്ചത്. ഇത് നമുക്ക് ഹോപ്പറും കാര്യങ്ങളും ആവശ്യമുണ്ട്. അവിടെ ഈ ചെസ്റ്റ് ഇപ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? ഇതിലെവിടെ ചെസ്റ്റ് കാണുന്നില്ലല്ലോ. അതല്ല, നമ്മളെ ഈ സാധനം എടുത്തിട്ട് ഇപ്പോൾ കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോബ് ഫാം ഉണ്ടാക്കണമെങ്കിൽ മാറ്റിൻ്റെ കാര്യം ആവശ്യമുണ്ട്. മാറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ പേര്, ഈ ഷീപ്പില്ലേ, ആട്, അതിൻ്റെ ഒരു ഫാം കാര്യം ഉണ്ടാക്കണം. എന്നാലേ വൂള് കിട്ടത്തുള്ളൂ. വൂളുണ്ടെങ്കിലേ നല്ല മാറ്റ് കിട്ടത്തുള്ളൂ. വൂൾ മാറ്റ് തന്നെ നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വൂൾസിനും കാര്യങ്ങളൊക്കെ പിടിച്ച് കൊണ്ടുവരണം. അപ്പോൾ വൂൾസിനും കാര്യങ്ങളും പിടിച്ചു കൊണ്ടുവരാനായിട്ടാണ് ചെറിയൊരു രീതിക്ക് ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. വൂൾസ് ഒരു 5-6 മതിയല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇപ്പോൾ മെലോടെ ഒരു ബേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അത് ബേസിന് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നോ നോക്കാം. അതിൽ കയറി കളിക്കുന്ന ആളാണ്. സോ ഇങ്ങനെയൊരു ലോവൻ്റെ ഡിവൈസിൽ കളിക്കുന്ന ആരെയും ഷെയ്ഡർ ഇടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. ഷെയ്ഡറും കാര്യങ്ങളും പക്കാ ലാഗ് അടിക്കും. നല്ല രീതിക്ക് ലാഗും കാര്യങ്ങളും ഉണ്ടാവും ഷെയ്ഡർ. അല്ലെങ്കിൽ ചില ടൈമിൽ ലാഗൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഫോണൊന്ന് ക്ലിയറായി നിൽക്കുമ്പോൾ ചില ടൈമിൽ ലാഗൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ഷെയ്ഡർ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്. ഇപ്പോൾ ഇവൻ്റെ ബേസ് ഇത്രയായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അവന് ഇവിടെ പണികളുള്ളായിരുന്നു, കണ്ടില്ലേ? അപ്പം ഞാൻ ഇതൊക്കെ കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. പിന്നെ നമ്മുടെ മോബ് ഫാം ഉണ്ടാക്കുന്ന മോബ് ഫാം ബിൽഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡാക്കി നമ്മൾ ഇടുന്നതാണ് കേട്ടോ. ഈ എപ്പിസോഡിൽ ഞാൻ ഇപ്പോൾ കിട്ടിയ മെയ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നത്. പിന്നെ നെതറിങ് കാര്യങ്ങൾ മൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റോട്ട് 300 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം.
പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം കളിക്കുന്നവരുടെ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ബൈ.